ഹായ്, ഇന്ന് നമ്മളിവിടെ കേരള ലോ എൻട്രൻസ് എക്സാമിനേഷന്റെ മെൻഷുറേഷൻ പാർട്ടിൽ ചോദിച്ചിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്കൊരു റെക്ടാങ്കുലർ പാർക്കിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ 3:2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ലെങ്ത് 3x എന്നും ബ്രെഡ്ത്ത് 2x എന്നും എടുക്കാം. അതുപോലെ ഒരു എക്സ് എന്നുള്ള പേഴ്സൺ ഈ പാർക്കിന്റെ ബൗണ്ടറിയിലൂടെ ട്രാവൽ ചെയ്യുന്ന സ്പീഡ് തന്നിട്ടുണ്ട്. ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈമും തന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു റൗണ്ട് ഈ ഒരു സ്പീഡിൽ ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് സ്പീഡും ടൈമും യൂസ് ചെയ്തിട്ട് ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി ഈ ഒരു റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് ആദ്യം ആ ഒരു പെരിമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ 1 അവറിൽ ആ എക്സ് ട്രാവൽ ചെയ്യുന്നത് 6 കിലോമീറ്റർ ആണ്. നമുക്ക് 1 അവർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണെന്നറിയാം. 60 മിനിറ്റിൽ 6 കിലോമീറ്റർ ട്രാവൽ ചെയ്യും. അങ്ങനെയാണെങ്കിൽ 20 മിനിറ്റ്സിൽ എത്ര മിനിറ്റ്? അങ്ങനെയാണെങ്കിൽ 20 മിനിറ്റിൽ എത്ര ട്രാവൽ ചെയ്യും? 10 മിനിറ്റ്സിൽ നമുക്ക് 1 കിലോമീറ്റർ. അപ്പൊ 20 മിനിറ്റ്സിൽ 2 കിലോമീറ്റർ ആയിരിക്കും ട്രാവൽ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് മീറ്ററിലാണ് വേണ്ടത്. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ ആണ്. സോ 2000 മീറ്റർ ആണ് 20 മിനിറ്റിൽ ട്രാവൽ ചെയ്യുന്നത്. അതായത് റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് 2000 മീറ്റർ എന്ന്. പെരിമീറ്ററിന്റെ ഫോർമുല നമുക്കറിയാം, 2 ടൈംസ് L + B ആണ്. അത് 2000 ആണെന്ന് നമുക്കറിയാം. ലെങ്ത്തിന് പകരം നമുക്കിവിടെ റേഷ്യോ യൂസ് ചെയ്ത 3x എന്നും ബ്രെഡ്ത്തിന് പകരം 2x എന്നും അപ്ലൈ ചെയ്യാം. സോ 2x + 3x 5x ആണ്. സോ 2 ടൈംസ് 5x is equal to 2000 or 10x equal to 5000 or 10x equal to 2000 or x equal to 200. x കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലെങ്ത് 3 × 200 600 എന്നും ബ്രെഡ്ത്ത് 2 × 200 400 എന്നും കിട്ടും. സോ നമുക്ക് കാണേണ്ടത് ഏരിയ ആണ്. ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത് ആണ് 600 × 400. സോ 6 × 4 24. അപ്പൊ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് സി ആണ് കറക്റ്റ് ആൻസർ. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് റെക്ടാങ്കിളിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള ഡിഫറൻസ് തന്നിട്ടുണ്ട്, പെരിമീറ്ററും തന്നിട്ടുണ്ട്. നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഏരിയ ആണ്. സോ ലെങ്ത് എല്ലും ബ്രെഡ്ത്ത് ബിയും ആണെങ്കിൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ L - B ആണ് നമുക്ക് 20 മീറ്റർ എന്ന് തന്നത്. അതുപോലെ പെരിമീറ്ററിന്റെ ഫോർമുല 2 ടൈംസ് L + B ആണ്. അത് 200 ആണെന്ന് അറിയാം. സോ L + B എന്ന് പറയുമ്പോൾ 100 എന്ന് കിട്ടും. നമുക്ക് L + Bയും L - Bയും അറിയാമെങ്കിൽ ഇത് രണ്ട് ഇക്വേഷൻസും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്യുമ്പം 2L ബിയും ബിയും ആഡ് ചെയ്താൽ 0 ആവും. 2L = 120 കിട്ടും. ഓർ L = 120/2 60 എന്ന് കിട്ടും. L 60 ആണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 60 - B = 20 ആണ്. ഓർ B = 40 എന്ന് കിട്ടും. ലെങ്ത്തും ബ്രെഡ്ത്തും അറിയാമെങ്കിൽ ഏരിയ L × B ആണ്. 60 × 40. സോ 2400 ആണ് ഏരിയ വരുന്നത്. ഓപ്ഷൻ സി. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്കൊരു സർക്കുലർ ട്രാക്ക് ആണ് തന്നിരിക്കുന്നത്. സർക്കുലർ ട്രാക്ക് എന്ന് പറയുമ്പോൾ ഇതുപോലെ ഇരിക്കുന്ന ഒരു ട്രാക്ക്. ആ സർക്കുലർ ട്രാക്കിന്റെ വിഡ്ത്ത് 10 മീറ്റർ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു ഇന്നർ സർക്കിളിന്റെ സർക്കംഫറൻസ് തന്നിട്ടുണ്ട് 440. അത് യൂസ് ചെയ്ത് നമുക്ക് ഇന്നർ സർക്കിളിന്റെ റേഡിയസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഔട്ടർ സർക്കിളിന്റെ റേഡിയസ് ആണ്. ഈ ഇന്നർ സർക്കിളിന്റെ റേഡിയസിനോട് കൂടെ നമ്മൾ ഈ വിഡ്ത്തായ 10 മീറ്റർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ടർ സർക്കിളിന്റെ റേഡിയസ് കിട്ടും. സോ ഫസ്റ്റ് നമുക്ക് സർക്കംഫറൻസിന്റെ ഫോർമുല അറിയണം. ദാറ്റ് ഈസ് 2πr ആണ്. അത് ക്വസ്റ്റ്യനിൽ തന്നത് 440 ആണ്. അപ്പം ഇവിടെ നമുക്ക് പൈക്ക് 22/7 ആണ് അപ്ലൈ ചെയ്യുന്നത് എളുപ്പം. 2 × 22/7 × r = 440. ഇവിടെ 22 × 2 44 കിട്ടും. 440 44 നമ്മൾ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 10 കിട്ടും. ഓർ r = 7 × 10 70 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഔട്ടർ സർക്കിൾ എന്ന് പറഞ്ഞാൽ 70 + 10 വിച്ച് ഈസ് 80 മീറ്റർ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്കൊരു ഫ്ലോറിന്റെ ഡയമെൻഷൻ തന്നിട്ടുണ്ട്. ഈ ഒരു ഫ്ലോറിൽ നമുക്കൊരു സ്ക്വയർ ടൈൽ യൂസ് ചെയ്തിട്ട് പാവ് ചെയ്യണം. അപ്പം സ്ക്വയർ ടൈലിന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമുക്ക് ഫ്ലോറിന്റെ ഡയമെൻഷൻ തന്നത്
15 മീറ്റർ 17 സെന്റിമീറ്റർ. സോ 1517 സെന്റിമീറ്റർ എന്ന് റെപ്രസെന്റ് ചെയ്യാം. അതുപോലെ ബ്രെഡ്ത്ത് 902 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ നമുക്ക് സ്ക്വയർ ടൈലിന്റെ ഡയമെൻഷൻ അല്ലെങ്കിൽ സ്ക്വയർ ടൈലിന്റെ സൈഡ് എന്ന് പറഞ്ഞാൽ ഈ 1517ന്റെയും 902ന്റെയും HCF ആയിരിക്കും. ഇത് വലിയ നമ്പേഴ്സ് ആയതുകൊണ്ട് HCF കാണാൻ ഒന്നുകിൽ നിങ്ങൾക്ക് ഡിഫറൻസ് മെത്തേഡ് യൂസ് ചെയ്യാം. അതായത് 1517 മൈനസ് 902 യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് 615 കിട്ടും. ഈ 615 കൊണ്ട് 902നെയും 1517നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും HCF. പക്ഷെ ഇവിടെ ഡിവിഷൻ പോസിബിൾ അല്ല. സോ നമ്മൾ 615നെ ഫാക്ടറൈസ് ചെയ്യാം. 3 ഇൻറ്റു 205 എന്ന് എഴുതാം. അപ്പോ 205 ആണ് വലിയ നമ്പർ, അതുകൊണ്ടും ഡിവിസിബിൾ അല്ല. അപ്പൊ എഗെയിൻ ഫാക്ടറൈസ് ചെയ്യാം. 3 ഇൻറ്റു 5 ഇൻറ്റു 41. ഇവിടുത്തെ 41 കൊണ്ട് ഈ രണ്ട് നമ്പേഴ്സിനെയും ഡിവിസിബിൾ ആണ്. അപ്പൊ 41 ആയിരിക്കും നമ്മുടെ ഈ ഒരു സ്ക്വയർ ടൈലിന്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ. ഇനി ഈ ഒരു മെത്തേഡ് ബുദ്ധിമുട്ടായി തോന്നുന്നവർക്ക്, വലിയ നമ്പേഴ്സ് ആണെങ്കിൽ ഡിവിഷൻ മെത്തേഡ് ആയിരിക്കും എളുപ്പമായിട്ടുള്ളത്. അതായത് 1517നെ നമ്മൾ 902 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ 1 ടൈംസ് 902 വരും. ഡിഫറൻസ് എടുത്താൽ 615 എന്ന് കിട്ടും. ഇനി നമ്മൾ ഈ 615 യൂസ് ചെയ്ത് 902നെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. എഗെയിൻ നമുക്ക് 902ല് 1 ടൈംസ് വരും 615. ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 287 ആണ്. അപ്പോൾ ഇനി നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത് 287 യൂസ് ചെയ്തിട്ട് ഈ ഒരു 615നെയാണ്. ഇവിടെ നമുക്ക് 615ല് 2 ടൈംസ് 287 ചെയ്യാം. 2 ടൈംസ് 287 574 ആണ്. അപ്പോൾ 615 മൈനസ് 574 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 41 ആണ് വരുന്നത്. എഗെയിൻ ഡിവിഷൻ ഈ ഡിവിഷൻ നമുക്ക് റിമൈൻഡർ 0 ആവുന്ന വരെ കണ്ടിന്യൂ ചെയ്യണം. അപ്പൊ 41 കൊണ്ട് ഇനി അടുത്ത ഡിവൈഡ് ചെയ്യേണ്ടത് 287നെയാണ്. ഇത് 7 ടൈംസ് 41 എന്ന് പറഞ്ഞാൽ 287 ആണ്. നമുക്ക് റിമൈൻഡർ 0 ആയി. റിമൈൻഡർ 0 ആവുമ്പോൾ ഡിവൈസർ എന്താണോ അതായിരിക്കും HCF. അതിവിടെ 41 ആണ്. അപ്പൊ നമുക്ക് സ്ക്വയർ ടൈലിന്റെ സൈഡ് കിട്ടി. സൈഡ് എന്ന് പറയുന്നത് 41 ആണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് എത്ര സ്ക്വയർ ടൈൽ വേണം എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മൾ ആദ്യം ഫ്ലോറിന്റെ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഫ്ലോറിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ 1517 ഇൻറ്റു 902 ആണ്. ഇത് ഫ്ലോറിന്റെ ഏരിയ. ഇനി നമ്മൾ ഇതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? സ്ക്വയർ ടൈലിന്റെ ഏരിയ കൊണ്ട്. സ്ക്വയർ ടൈലിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ സൈഡ് 41 ആണെങ്കിൽ 41 ഇൻറ്റു 41. 1517 എന്ന് പറയുന്നത് 41ന്റെ മൾട്ടിപ്പിൾ ആണ്. ദാറ്റ് ഇസ് 37 ആണ്. അപ്പം 902 22 ആണ്. 37 ഇൻറ്റു 22 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 814 എന്ന് കിട്ടും. സോ 814 സ്ക്വയർ ടൈൽസ് വേണം ഈ ഒരു ഫ്ലോറ് പാവ് ചെയ്യാൻ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഈ ഒരു ക്വസ്റ്റിനും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള ഡിഫറൻസ് 23 ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ പെരിമീറ്റർ 2 ടൈംസ് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് 206 എന്ന് തന്നിട്ടുണ്ട്. സോ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 206 ഡിവൈഡഡ് ബൈ 2 103 എന്ന് കിട്ടും. അപ്പോൾ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്തും ലെങ്ത് മൈനസ് ബ്രെഡ്ത്തും അറിയാമെങ്കിൽ ഈ രണ്ട് ഇക്വേഷനെയും നമ്മൾ ആഡ് ചെയ്താൽ മതി. സോ 2 ടൈംസ് ലെങ്ത് ഈക്വൽ ടു 103 പ്ലസ് 23 126 എന്ന് കിട്ടും. ഇതിനകത്തുനിന്ന് നമുക്ക് ലെങ്ത്തിന്റെ വാല്യൂ 126 ഡിവൈഡഡ് ബൈ 2, സോ 63 എന്ന് കിട്ടും. ലെങ്ത് 63 ആണെങ്കിൽ 63 മൈനസ് ബി ആണ് 23 വരുന്നത്. അപ്പൊ ഇതിനകത്ത് നിന്ന് നമുക്ക് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 63 മൈനസ് 23 40 എന്ന് കിട്ടും. ഓക്കെ, സോ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. 63 ഇൻറ്റു 40. സോ 2520 മീറ്റർ സ്ക്വയർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്കൊരു ടാങ്കിന്റെ 4 വോൾസും ബോട്ടം സൈഡും നമ്മൾ പ്ലാസ്റ്റർ ചെയ്യണം. ആ പ്ലാസ്റ്റർ ചെയ്യാനുള്ള കോസ്റ്റ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഓർക്കേണ്ട കാര്യം, നമ്മൾ ടോപ്പ് സൈഡ് കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ ഏരിയ വരുമ്പോൾ നമുക്ക് ടോപ്പ് സൈഡിന്റെ സർഫസ് ഏരിയ കൺസിഡർ ചെയ്യേണ്ട. സോ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് 25 ഇൻറ്റു 12 പ്ലസ് 6 ഇൻറ്റു 12 ഇൻറ്റു 2 വരും, ആ രണ്ട് സൈഡ്സ്. അതുപോലെ 25 ഇൻറ്റു 6 അതും രണ്ട് സൈഡാണ്. സോ 2. ഇതാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. നമുക്കിവിടെ ആക്ച്വലി ഇതിനകത്തുനിന്നും നമുക്ക് 12, ഇതിൽ നിന്നും നമുക്ക് 12, ഇതിൽ നിന്നും 12 ഔട്ട് സൈഡിൽ എടുക്കാം. സോ 12 ടൈംസ് 25 പ്ലസ് 12 പ്ലസ് 25. അപ്പൊ ഡയറക്ട്ലി തന്നെ നമുക്ക് 12 ടൈംസ് 62 കാൽക്കുലേറ്റ് ചെയ്താൽ മതി.
12 ടൈംസ് 62 കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 744 എന്ന് ആൻസർ കിട്ടും. അപ്പൊ ഇത് ആക്ച്വലി നമ്മളെ ടോട്ടൽ സർഫസ് ഏരിയ സ്ക്വയർ മീറ്ററിലാണ്. നമ്മളോട് കോസ്റ്റ് ചോദിച്ചിരിക്കുന്നത് എത്ര പൈസയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിൽ ഒരു സ്ക്വയർ മീറ്ററിന് 75 പൈസയാണെന്ന് തന്നിട്ടുണ്ട്. നമുക്കിവിടെ 744 സ്ക്വയർ മീറ്റർ ആണ്. സോ 744 ഇൻറ്റു 75 പൈസ ഞാൻ റുപ്പി ആക്കാൻ വേണ്ടി ബൈ 100 കൊടുത്തു. അപ്പൊ ഇവിടെ നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 3/4 ആണ്. എഗെയിൻ നമുക്ക് ക്യാൻസൽ ചെയ്യാം. നമുക്ക് 186. സോ 186 ഇൻറ്റു 3 കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 558. സോ നമുക്ക് വരുന്ന റുപ്പീസ് 558. ഓപ്ഷൻ സി ആണ്.